സമയത്ത് നമസ്കാരം സാക്ഷിയുടെ പ്രേക്ഷകരെ, നമ്മളിന്ന് നിൽക്കുന്നത് കുരിയോട് കുന്നുംപുറത്ത് ശ്രീ ദുർഗാദേവിയുടെ രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചന്ദ്രപ്പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. ഇതിന്റെ പ്രത്യേകത ഇത് ഇവിടെ ചന്ദ്രപ്പൊങ്കാലയാണ് നടക്കുന്നത്. നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിൽ കഴിഞ്ഞാൽ കൊട്ടാരക്കരല്ല, അതായത് നമ്മൾ കൂനമ്പായിക്കുളത്താണ് ഏറ്റവും വലിയ ഒരു ചന്ദ്രപ്പകലാണ്. അടുത്ത പ്രദേശത്ത് ഏറ്റവും വലിയ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് നമ്മുടെ ഈ ചന്ദ്രപ്പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്. അതെ, അതുപോലെ അമ്മയുടെ ഇഷ്ട വഴിപാടായ വെടിവഴിപാട് ക്ഷേത്രത്തിൽ നമുക്ക് നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് നമ്മുടെ കുരിയോട് കുന്നുംപുറത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ ചന്ദ്രപ്പൊങ്കാല. നമുക്കറിയാം, ഈ പ്രതികൂലമായ എല്ലാ കാലാവസ്ഥകളെയും അവഗണിച്ചുകൊണ്ടാണ് തന്നെ ഈ ഒരു പൊങ്കാല ഇവിടെ നടക്കുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്, അല്ലെ? അതെ അതെ, നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും വളരെ ഭക്യാദരപൂർവ്വം ആണ് ഈ പൊങ്കാലയിൽ. പൊങ്കാലയുടെ കുറച്ചുകൂടി മുന്നോട്ട് പോവാം. ഇതാണ് ഇതൊന്നെടുത്തു. അതായത് ഇപ്പം കഴിഞ്ഞ 9 വർഷത്തോളം 9ാമത്തെ പ്രതിഷ്ഠാ വാർഷികമാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. 9ാമത്തെ പ്രതിഷ്ഠാ വാർഷികമാണ് ഇപ്പൊ നടക്കുന്നത്. വളരെ ഗംഭീരമായ ഉത്സവമാണ്. 5 ദിവസത്തെ ഉത്സവമാണ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ. നാളെ സമാപനം. നമുക്ക് ഒന്ന് ചോദിക്കാം ആരുടെങ്കിലും ഒന്ന്, പിന്നെ പൊങ്കാലയെ കുറിച്ച്. നമ്മുടെ ഈ പൊങ്കാലയെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഭാരവാഹിയാണ്. നമ്മുടെ പൊങ്കാല ഈ വർഷവും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 250ഓളം അല്ലേ, ഓരോ വർഷവും തോറും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു ഇതാണ്. ഈ പ്രതികൂല കാലാവസ്ഥ എന്നാലും ഭംഗി കാര്യങ്ങളെല്ലാം നമ്മൾ ആ മഴ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇതില് ഒരു അനുകൂലമാണ്. അനുകൂലമായ തീർച്ചയായിട്ടും. അപ്പൊ രാജ്മോഹൻ, നമുക്ക് മുമ്പോട്ടൊന്ന് പോയാലോ? നമുക്ക് ഒരു ഭക്തിയോട് തന്നെ പൊങ്കാലയെ കുറിച്ച് ഒന്ന് ചോദിച്ചാലോ? ചോദിക്കാം. നമുക്ക് ആരെങ്കിലും കുറിച്ച് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അപ്പൊ ഈ ചന്ദ്രപ്പൊങ്കാലയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോളൂ. ഗൗരിയമ്മേ, കഴിഞ്ഞ 9 വർഷമായി ഇവിടെ നടക്കുന്ന ചന്ദ്രപ്പൊങ്കാലയാണ്. അപ്പൊ അതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ മതി. ഉറക്കെ പറയാം. എന്റെ അമ്മയുടെ മുമ്പിൽ ഇത്രയും ജനങ്ങൾ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ വർഷവും ഇതുപോലെ ആവണമെന്ന് ഞാൻ ദൈവത്തെ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും നൂറുകണക്കിന് ആൾക്കാർ വന്നു. അതാണ് എന്റെ അമ്മയുടെ എല്ലാവരാണ് കടാക്ഷം. അല്ലെങ്കിൽ പെരുമഴയെങ്കിൽ ഇത്രയും ജനങ്ങൾ എന്ത് കഷ്ടപ്പെടണമായിരുന്നു. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിറവേറ്റി തന്നെ എന്റെ അമ്മയ്ക്ക് എപ്പോഴും. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ കടത്തിണ്ണയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വർഷവും പിന്നെ നമുക്ക് ഈ പിന്നെ പൊങ്കാലയ്ക്ക് വെള്ളം, പിന്നെ അതുപോലെ തന്നെ ലഘുഭക്ഷണം എല്ലാം ചെയ്യുന്നത് അവരാണ്. ഈ കടത്തിണ്ണയിൽ വാട്സപ്പ് കൂട്ടായ്മ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് ഇങ്ങനൊരു പേരുണ്ടോ, പക്ഷെ അവർ വളരെ നന്മ നിറഞ്ഞ ഒരുപാട് പ്രവർത്തികളാണ് ചെയ്യുന്നത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഞാനും ആദ്യം ഇങ്ങനെ ഈ കടത്തിണ്ണയിൽ ഗ്രൂപ്പ് എന്ന് കേട്ടപ്പോ എനിക്കും ഒരു അതൃപ്തി ഉണ്ടായി. പിന്നീടാണ് ഞാനിങ്ങനെ അറിഞ്ഞത് ഈ കുരിയോട് കുന്നം പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളില് എല്ലാം അതുപോലെ തന്നെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു നല്ല ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഈ കടത്തിണ്ണയിൽ കൂട്ടായ്മ എന്നറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവര് നിരവധി രോഗികൾക്ക് ധനസഹായ സാമ്പത്തിക രോഗികൾക്ക് മാത്രമല്ല, അവര് ഒരുപാട് ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പിന്നെ അനാഥാലയങ്ങളില് അതുപോലുള്ള മറ്റ് ഒരുപാട് സ്ഥലങ്ങളില് അവര് സഹായം എത്തിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു അന്നദാനം നടന്നാൽ പോലും ഒരുപാട് സഹായങ്ങൾ പല സ്ഥലത്തും എത്തിക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോ അന്നദാനം നടന്നപ്പോ അവിടെ മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞത് അവര് 500 പേർക്കുള്ള ഭക്ഷണം വിളക്കുടി സ്നേഹതീരം എന്ന് പറയുന്ന അനാഥാലയത്തിലേക്ക് 500 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവര് അത് എത്തിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ ഒരു ചെറിയ പഞ്ചായത്തിൽ തന്നെ ഇത്രയും ഒരു മികച്ച ഒരു
സ്നേഹ കൂട്ടായ്മ എന്നങ്ങ് പറയാം അല്ലേ? വാട്സപ്പ് കൂട്ടായ്മ അതെ അതെ അതൊരു സ്നേഹ കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ഈ വാർഡിന്റെ പിന്നെ സുനിൽകുമാർ സുനിൽകുമാറാണ് അതിന്റെ രക്ഷാധികാരി. സുനിൽകുമാറിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയുമ്പോ സുനിൽകുമാർ ഒരു കലാകാരനാണ്, തീർച്ചയായിട്ടും ഒരു നാടക നടൻ, അതിലുപരി ഒരു ഗായകൻ, ഒരു ആൽബം ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവിയെക്കുറിച്ച് റിലീസ് ചെയ്തു. അപ്പൊ ഈ കഴിഞ്ഞ 9 വർഷമായാലൂടെ ഈ ചന്ദ്രപ്പൊങ്കാല തുടങ്ങിയിട്ട് അതിനെ കുറിച്ച് പറയാം. ഇവിടെ ഇപ്പം ഓരോ ദിവസം കഴിയുന്തോറും ഭക്തർ കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ കൂടുതലാണ് ഇപ്രാവശ്യത്തെ പൊങ്കാല. ഒരു പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും വളരെ നല്ല തിരക്കാണ്. അമ്മ എല്ലാത്തിനും സഹായത്തിന് കൂടെ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നന്ദി. ഇപ്പൊ തൊട്ട് മഴക്കോള് എല്ലാം കണ്ടോണ്ടിരിക്കുക. അപ്പൊ പൊന്നമ്മച്ചി കൊണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് പൊങ്കാലയുടെ സഹായിച്ചു. പ്രതികൂല കാലാവസ്ഥകളിൽ നല്ല ഒരുപാട് കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് ആൾക്കാർ കൂടുതലാണ്. ഒരുപാട് ആൾക്കാർ കൂടെ അതല്ല എല്ലാ മാസം തോറും ആദ്യത്തെ ഞായറാഴ്ച അല്ലേ പൊങ്കാലയുടെ പൊങ്കാല. ക്ഷേത്രത്തിലെ വിശേഷങ്ങള് എന്ന് പറയാമോ? ഞായറാഴ്ച ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസമാണ് പൊങ്കാല ഉള്ളത്? ഞായറാഴ്ച എല്ലാ മാസത്തില് ആദ്യം വരുന്ന ഞായറാഴ്ച സന്ധ്യയ്ക്ക് ഇതുപോലെ പൊങ്കാലാണ്. അത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ചന്ദ്രപ്പൊങ്കാല എന്ന് പറയുമ്പോൾ പ്രത്യേകതയാണ്. പ്രത്യേകതയാണ് ഇതുവരെ നമ്മുടെ അടുത്ത പരിസരത്ത് അത് ഓരോ ദിവസവും ഇങ്ങനെ അഭിവൃദ്ധിയായിട്ട് വരട്ടെ. നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം. നമസ്കാരം. കുരിയോട് കുന്നുംപുറത്തെ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അവിട്ട തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ക്ഷമിക്കണം പക്ഷേ രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചന്ദ്രപ്പൊങ്കാല ആണ് ഈ സാക്ഷി ടിവിയിലൂടെ ഇപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതെ, നമുക്കൊരു ഭക്തയോട് നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ചന്ദ്രപ്പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ പ്രത്യേകതയെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ആദ്യമായിട്ടാണ് ഇവിടെ സ്ഥലം ഇവിടെ തന്നെ പാരിപ്പള്ളി കണ്ട ഒരു ഭക്ത പാരിപ്പള്ളിയിൽ നിന്ന്, അതായത് കൂനമ്പാക്കുളത്താണ് ഏറ്റവും കൂടുതൽ ചന്ദ്രപ്പൊങ്കാലയുടെ ഫേമസ് ആയിട്ടുള്ളത്. അവിടുന്ന് ഒരാള് വന്ന് ഇവിടെ ഈ പൊങ്കാല അർപ്പിച്ചിരിക്കുകയാണ് ദേവിക്ക്. അപ്പൊ നല്ല വിശ്വാസമാണ്. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം. റാസ്മാന, നമുക്ക് ഇവിടുത്തെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ, അതായത് നമ്മുടെ ഈ കടത്തന്നൽ ഗ്രൂപ്പ്, അവര് വളരെ പുരോഗതിയിലേക്കാണ്. കാരണം ചാരിറ്റി പ്രവർത്തനവുമായിട്ട് അവര് വളരെയധികം സജീവമായി വളരെയധികം എന്താ പറയുന്നത് ഒരു സമൂഹത്തിൽ ഈ എല്ലാ ഇവിടുത്തെ 9 വർഷമായി ഇവിടെ നടക്കുന്ന പൊങ്കാലയ്ക്ക് അവരാണ് ഇപ്പം വെള്ളവും ലഘുഭക്ഷണവും നൽകുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലോട്ട് കയറി പോയിട്ടാ കുരിയോട് കുന്നുംപുറത്ത് അമ്മ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചന്ദ്രപ്പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. കുഴപ്പമില്ല. നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവാം. ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഈ കുരിയോട് ദേവി, കുരിയോട് ശ്രീ കുന്നുംപുറത്ത് അമ്മയുടെ 9 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ചന്ദ്രപ്പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഒരു നിറസാന്നിധ്യം അനുസരിച്ച് ഇവിടുത്തെ പൊങ്കാലയും മറ്റു കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കും. പൊങ്കാല ഇട്ടാല് നമ്മൾ അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുന്ന ഒരു അമ്മയാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് ഭക്തജനങ്ങളും കൂടുതലുണ്ട്. ഏതൊരു പൂജയിലും ആയാലും നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട്. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും പൂജ ഒരു മാസത്തില് ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ചന്ദ്രപ്പൊങ്കാലയായിട്ടുണ്ട്.
മൂന്നാമത്തെ എല്ലാ ഞായറാഴ്ച മാസവും ആദ്യത്തെ ഞായറാഴ്ച എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ച ചന്ദ്രപ്പൊങ്കലും, മൂന്നാമത്തെ ഞായറാഴ്ച പിന്നെ നാരങ്ങ വിളക്കും, പൗർണമി നാളില് പൗർണമി പൂജയും ഉണ്ട്. ഇതില് എല്ലാം നമ്മൾ പങ്കെടുക്കുന്നുമുണ്ട്. എല്ലാവർക്കും അനുഭവങ്ങളുണ്ട്. കൂടുതൽ സത്യത്തിൽ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഇവിടുന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും ദേവിയെ ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും ഒത്തിരി ആൾക്കാരും ഉണ്ട്. നമസ്കാരം. ലക്ഷങ്ങളോട്ട് കുഴപ്പമില്ല. ഒന്ന് അനൗൺസ്മെന്റ് ചെയ്തു. കുരിയോട് കുന്നുംപുറത്തമ്മ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. അതുകൊണ്ട് പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വോട്ടും ബൂത്തിൽ നിക്ഷേപിക്കണം എന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ മുതലായവ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി സഹകരിക്കണം എന്നറിയിക്കുകയാണ്. ആരോഗ്യ വകുപ്പിൽ നിന്ന് വരുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കും ഉത്സവ കമ്മിറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ കുരിയോട് കുന്നുംപുറത്തമ്മയുടെ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. 5 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ. രോഹിണി തിരുനാൾ മഹോത്സവമാണ് കൊണ്ടാടുന്നത്. അതിൽ ഇന്ന് 4ാമത്തെ ദിവസമാണ്. നാളെ ഘോഷയാത്രയോടുകൂടി ഈ ഉത്സവം സമാപിക്കുന്നത്. അല്ല രാജ്മാൻ, നാളെ അല്ലേ അതല്ലേ? അവരോട് ചോദിച്ചിട്ട് സംസാരിക്കുമ്പോഴേ ചോദിക്കുന്നത് ഇതിൻകൊണ്ട് ഓടുന്നതിനും പാടാണ്. ഭയങ്കര വേഗം. അതൊരു വാർത്തയ്ക്ക്
ന്യൂസിന്റെ അവതാരകരെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഊപ്പാറുണ്ടല്ലേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുരിയോട് കുന്നമ്പുറത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചന്ദ്രപ്പൊങ്കാലയുടെ തത്സമയമാണ് സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് ഇപ്പോൾ കുന്നമ്പുറത്ത് നടക്കുന്നത്. നമുക്ക് പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഒരു ഭക്തയോട് പൊങ്കാല വിശേഷങ്ങൾ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം. എന്തൊക്കെയാണ് പൊങ്കാലയെ കുറിച്ചൊന്ന് പറയും? പൊങ്കാല അമ്മയുടെ മുമ്പിൽ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് എന്തെന്നല്ലാത്ത സംതൃപ്തിയാണ് വരുന്നത്. അതുകൂടാതെ എന്തിനും ഏതിനും അമ്മയുടെ ആശ്രയം മാത്രമാണ് ഉള്ളത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മഴ പോലും മാറി നിന്നു എന്നാണ് പറയേണ്ടത്. നല്ലൊരു മഴയാണ് വന്നത്, മഴക്കോളായിട്ട് വന്നിട്ട് അത് മാറി. അതിൽ ഒരുപാട് സന്തോഷം. അടുത്തത് നമുക്ക് ഈ കുരിയോട് കുന്നമ്പുറത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങൾ നമ്മുടെ സുജൻ സാറ് നമുക്കൊന്ന് വിവരിക്കുന്നതാണ്. സുജൻ സാർ, നമ്മുടെ ഇവിടുത്തെ ഉത്സവം പൊങ്കാലയെ കാര്യമെന്ന് വിവരിച്ചു. വളരെ ഭക്തിനിർഭരമായ ഒരു പൊങ്കാലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ നല്ല രീതിയിലാണ് ഈ പൊങ്കാല നടക്കുന്നത്. കുന്നമ്പുറത്തമ്മയുടെ പൊങ്കാല നിവേദിച്ച സമയമാണ് ഇപ്പോ. ഒരുപാട് ഭക്തജനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള മറ്റു പ്രദേശങ്ങളിലുള്ള ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തജനങ്ങൾ നിങ്ങളുടെ പൊങ്കാല കലത്തിന് സമീപം തന്നെ തുടരണം എന്നറിയിക്കുകയാണ്. അടുത്തത് പൊങ്കാല വിശേഷങ്ങളുമായി നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ സാറേ, നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തും പൊങ്കാല രണ്ട് വാക്ക് സംസാരിക്കാം. സാക്ഷിയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ അർപ്പിച്ച നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തെ കുറിച്ച്, അതായത് നമ്മുടെ ചന്ദ്രപ്പൊങ്കാലയെ കുറിച്ച് കഴിഞ്ഞ 9 വർഷമായിട്ട് നടന്നു വരുന്ന ഉത്സവമാണ്. അപ്പൊ ഓരോ ദിവസം ഇവിടെ അനുദിനം ഇങ്ങനെ നല്ല പ്രോഗ്രസ് ആയി വരികയാണ്. അപ്പൊ അതിനെ കുറിച്ച് സാറിന് വാക്ക് അഖിലാണ്ടേശ്വരി അന്നപൂർണേശ്വരി നിവാസികളുടെ കൂട്ടായ്മയുടെ ഫലമായി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നു വരുന്ന പൊങ്കാല പോകുന്നത് നിങ്ങളുടെ പൊങ്കാല കലങ്ങൾക്ക് മുന്നിൽ തന്നെ തുടരണം എന്നറിയിക്കുകയാണ്. ഐശ്വര്യങ്ങൾക്കും ക്ഷേമങ്ങൾക്കും മൂർത്തിഭാവമായ ദേവിയുടെ കടാക്ഷം അനുഗ്രഹവും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ ഈ തുടങ്ങിക്കൊണ്ട്. തീർച്ചയായും അത് ഈ നാടിന്റെ അനുഗ്രഹമായി മാറും. പൊങ്കാല നിവേദ്യ സമയത്ത് ആകാശദീപ കാഴ്ച ഇവിടുത്തെ പൊതുപ്രവർത്തകരും മഹേഷ് കുമാർ ഈ ക്ഷേത്രമായി മുൻകാല ഭാരവാഹിയൊക്കെ ശ്രീ കുരിയോട് ഉദയനോട് ചോദിക്കാം പൊങ്കാലയെ കുറിച്ച്. എന്താണ് പൊങ്കാലയെ കുറിച്ച്? മഹേഷ് കുമാർ അമ്മയുടെ 9ാമത് അതുപോലെ തന്നെ ഒരു വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പൊങ്കാല എല്ലാവരും ഉത്സവമാണ്. വലിയൊരു ഉത്സവം. ഇതിന് എല്ലാ എല്ലാവിധ ആശംസകളും. നൈവേദ്യത്തിന്റെ
നമസ്കാരം. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മറ്റൊരു ഭക്തിയോട് തന്നെ വീണ്ടും പൊങ്കാലയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മിസ്സസ് ഷീജ വിജയനാണ്. ഷീജ വിജയൻ പൊങ്കാലയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാരി സമ്മാനമായി നൽകുന്നത് പുഷ്പാലയം കുന്നുപുറം ചന്ദ്രപ്പൊങ്കാലയാണ്. വിശേഷാൽ പൊങ്കാല ചന്ദ്രപ്പൊങ്കാലയാണ്. അത് ഈ വർഷം എനിക്ക് ഇടാനുള്ള ഭാഗ്യം ലഭിച്ചു. കൃഷ്ണപോറ്റി അവർ നറുക്കെടുക്കുന്നതാണ്. ഈ നറുക്കെടുപ്പ് ക്ഷേത്രത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. പൊങ്കാലയിൽ പങ്കെടുത്ത ദേവി ഭക്തരിൽ നിന്നും നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന 9 പേർക്ക് സാരി നേർച്ചയായി സമർപ്പിക്കുന്നത് ശ്രീമാൻ പ്രവീൺ പുഷ്പാലയം കുന്നുപുറം. ഇപ്പോൾ നമ്മളോട് ഉത്സവ കമ്മിറ്റിയിലെ കമ്മിറ്റി ഭാരവാഹിയും കുന്നുംപുറത്തെ ഒരു പൊതുപ്രവർത്തകരുമായ രതീഷ് നമ്മളോടൊപ്പം ക്ഷേത്ര വിശേഷങ്ങളുമായി ചേരുകയാണ്. നമസ്കാരം രതീഷ്. നമസ്കാരം. എന്തൊക്കെയാണ് പൊങ്കാലയെ കുറിച്ചും ക്ഷേത്ര ഉത്സവത്തെ കുറിച്ചും പറയാനുള്ളത്? ക്ഷേത്രം കുന്നുംപുറത്തമ്മ 9ാമത്തെ പ്രതിഷ്ഠാ വാർഷികവും അതോടൊപ്പം നമ്മുടെ അമ്മയുടെ തിരുനാൾ ഉത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവിയുടെ ഇഷ്ട വഴിപാടാണ് ചന്ദ്രപ്പൊങ്കാല എന്നുള്ളത്. നമ്മുടെ വളരെ വർഷങ്ങളുണ്ട് ഈ ചന്ദ്രപ്പൊങ്കാല സമയത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. കടത്തനയിൽ സ്നേഹ കൂട്ടായ്മ എന്നുള്ള സ്നേഹ കൂട്ടായ്മ. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും പൊങ്കാലയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഞങ്ങൾ കുടിവെള്ളവും ലഘുഭക്ഷണവും വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒന്നാണ്. അതോടൊപ്പം നമ്മുടെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒരുപോലെ നമ്മുടെ എല്ലാവരും സഹകരിച്ച് അന്നദാനത്തിലായാലും മറ്റെല്ലാ പരിപാടികളും വളരെ ഗംഭീരമായി നടത്തുന്ന ഏറ്റവും ശരിക്കും നമുക്ക് മാതൃകയാകേണ്ട ഉത്സവം തന്നെയാണ് നമ്മുടെ കുന്നുംപുറത്തമ്മ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം. ശരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രാവശ്യം കൂടുതൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് കണക്ക് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നിരവധി കലാപരിപാടികളും കൊച്ചുങ്ങളുടെ എല്ലാം നൃത്തപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ നമ്മുടെ അമ്മയുടെ തിരുനാൾ ദിവസമാണ്. നാളെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ നമ്മുടെ നല്ല പ്രോഗ്രാമുകളോടുകൂടിയും അതോടൊപ്പം നമ്മുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ആഘോഷങ്ങളോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെടുക്കും.
ആകാശദീപകാഴ്ച നേർച്ചയായി സമർപ്പിച്ചവർ ശ്രീമാൻ മഹേഷ് കുമാർ, മധു ഭവൻ, വലിയ കുന്നുപുറം. അന്നപൂർണേശ്വരി, അഖിലാണ്ടേശ്വരി, ജഗത്പാലകയും കരുണാമയിയുമായ കുന്നുപുറത്തമ്മയുടെ പുതു ഉത്സവത്തിന്റെ ഭാഗമായി ചന്ദ്രപൊങ്കാല നിവേദ്യം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ അടുപ്പുകൾക്ക് സമീപം നിൽക്കേണ്ടതാണ്. നിവേദ്യം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾ അവരവരുടെ അടുപ്പിന് സമീപം തുടരേണ്ടതാണ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അമ്മയ്ക്ക് തിരുമുമ്പിൽ നിവേദിച്ച അരവണ പായസം 50 രൂപ നിരക്കിൽ ക്ഷേത്ര കൗണ്ടറിലും അതുപോലെ തന്നെ സ്റ്റേജിന് സമീപമുള്ള കമ്മിറ്റി ഓഫീസിലും ലഭ്യമാണ്. അതുകൂടി ഭക്തജനങ്ങൾ വാങ്ങി ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് തിരുമുമ്പിൽ നിവേദിച്ച അരവണ പായസം 50 രൂപ നിരക്കിൽ ക്ഷേത്ര കൗണ്ടറിലും അതുപോലെ തന്നെ സ്റ്റേജിന് സമീപമുള്ള കമ്മിറ്റി ഓഫീസിലും ലഭ്യമാണ്. ഇതുകൂടി വാങ്ങി ഈ കമ്മിറ്റിയോടൊപ്പം ഭക്തജനങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ദേവീ നാമത്തിൽ അറിയിക്കുന്നു. ഇലക്ട്രിസിറ്റിയുടെ ഉത്സവത്തിന്റെ 4ാം ദിവസമായി 8 മണിക്ക് തന്നെ കൈതാളം കൈകൊട്ടി കഴിയും സിനിമാറ്റിക് ഡാൻസ് ആരംഭിക്കുന്നതാണ്. അവതരണം ഡാൻസേഴ്സ് ആഴാതകുടി. 8 മണിക്ക് തന്നെ കൈതാളം കൈകൊട്ടി കഴിയും സിനിമാറ്റിക് ഡാൻസും സ്റ്റേജിൽ ആരംഭിക്കുന്നതാണ്. അവതരണം ഡാൻസേഴ്സ് ആഴാതകുടി. അതിനുശേഷം നൃത്തസംഗീത കഥാംശ നടനം ചന്ദ്രചൂട് ശിവകലാസമിതി ഉയർത്തുക. നൃത്തസംഗീത നാടകം കഥാംശ നാടകം ആരംഭിക്കുന്നതാണ്. ചന്ദ്രചൂട് അവതരണം ശിവകലാസമിതി തിരുവനന്തപുരം. ഇന്നത്തെ പൂജകൾ, ഭാഗവത പാരായണം, പുഷ്പാലങ്കാരം, ഡാൻസ് ആൻഡ് സ്റ്റേജ് ഷോ എന്നിവ വഴിപാടായി സമർപ്പിച്ച ഭാരതീയരുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ.
സാരി നേരത്തെ നൽകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നറുക്കിലൂടെ തെരഞ്ഞെടുത്തവരുടെ പേരുകൾ അറിയിക്കുകയാണ്. വത്സല കൂപ്പൺ നമ്പർ 69 ശ്രീജിത്ത്, കൂപ്പൺ നമ്പർ 5 ഐശ്വര്യലാൽ, കൂപ്പൺ നമ്പർ 60 കാവേരി, കൂപ്പൺ നമ്പർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ചന്ദ്രപൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിൽ ഞങ്ങൾ എത്തിച്ചത്. ഈ തത്സമയ സംപ്രേഷണം പൂർണ്ണമാകും. നിങ്ങൾക്കേവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.